ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു പരിധിവരെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ആ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വിജയിച്ച് ജനങ്ങളുടെ മുന്നിൽ കഴിവും പ്രാപ്തിയും ഒക്കെ തെളിയിച്ച് എത്രയോ ആളുകൾ വരാനുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു, അതായത് കേന്ദ്രത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു ഉചിതമായ സമയത്ത് ഉചിതമായ സ്ഥലത്ത് കേരളത്തിന് വേണ്ടി എയിംസ് നൽകും എന്ന് അദ്ദേഹം പറയാൻ കാരണം എന്താണ്? അതിനെക്കുറിച്ച് പരിശോധന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. കൊടുത്ത സ്ഥലം മാത്രമല്ല, അവർക്ക് അവരുടേതായിട്ടുള്ള സംവിധാനമുണ്ട്. അത് പരിശോധിക്കാനും മനസ്സിലാക്കാനും എല്ലാം അവരുടെ സംവിധാനങ്ങൾ പ്രവർത്തിക്കും. അത് കിട്ടുകയില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. എയിംസും കിട്ടും, നമുക്ക് അതിവേഗ പാതയും കിട്ടും. കഴിഞ്ഞ ദിവസം എനിക്കൊരു സ്ലിപ്പ് ഓഫ് ടങ് സംഭവിച്ചു. 46 മില്യൺ ആളുകൾ ഉപയോഗപ്പെടുത്തുന്ന ഡൽഹി മീററ്റ് റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഞാനത് കോടി എന്നുള്ള കണക്കിൽ പറയുകയും അത് മനോരമ തമാശ രൂപേണയാണെങ്കിലും കാണിക്കുകയും എന്നെ തിരുത്തുകയും ചെയ്തതിൽ ഞാൻ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. സ്പീഡായിട്ട് കാര്യങ്ങൾ അല്ലല്ല, അതിന് സ്റ്റഡി വേണമെന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞ എന്താണ്, ഇവർ കൊടുത്ത പ്രൊജക്റ്റ് എന്ന് പറയുന്നത് RRTS ആണ്. RRTS കൊടുത്തപ്പോൾ RRTSന് ഉപയുക്തമാകുന്ന ജനസംഖ്യയല്ല നമ്മുടെ കേരളത്തിലുള്ളത് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ശ്രീധരൻ സാറ് പറഞ്ഞ അതിവേഗ പാതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചർച്ചയ്ക്ക് കേരള ഗവൺമെൻറ് എന്തുകൊണ്ട് അവരുടെ ഈ അഹന്തയൊന്ന് കളഞ്ഞ് നമ്മളെക്കാൾ എത്രയോ കൂടുതൽ അറിവുള്ളവരാണ്, രാഷ്ട്രീയക്കാരേക്കാൾ എത്രയോ കൂടുതൽ അറിവുള്ളവരല്ലേ അതത് മേഖലയിലെ ടെക്നോളജിസ്റ്റുകൾ. അപ്പോൾ റെയിൽവേ മേഖലയിൽ ഇത്രയേറെ അവാർഡുകൾ നേടിയിട്ടുള്ള, ഇത്ര കഴിവും പ്രാപ്തിയുമുള്ള, ഈ വയസ്സിലും നാടിനു വേണ്ടി ഇനിയും പണിയെടുക്കണം എന്ന ആഗ്രഹമുള്ള ഒരു പ്രൊജക്റ്റിന് വേണ്ടി കൊടുത്ത കോടികൾ അത് ബാക്കി ഗവൺമെൻറ്റിലേക്ക് തിരിച്ചു കൊടുത്തിട്ടുള്ള ധർമ്മിഷ്ഠനായിട്ടുള്ള ഒരു മനുഷ്യൻ ശ്രീമാൻ മെട്രോ ശ്രീധരൻ, അദ്ദേഹവുമായി ചേർന്നിരുന്നു കൊണ്ട് കേരളത്തിൻ്റെ ഗവൺമെൻറ് ഒരുമിച്ച് ചേർന്ന് നമുക്ക് അതിവേഗ പാത കേരളത്തിൻ്റെ ജനസംഖ്യാ ക്രമത്തിനനുസരിച്ചും നമ്മുടെ യാത്രാ ആവശ്യങ്ങൾക്കനുസരിച്ചും ചർച്ച ചെയ്തുകൊണ്ട് നേടിയെടുക്കണം എന്നാണ് ആ വിഷയത്തിൽ ഞങ്ങളുടെ അഭിപ്രായം. ഗവൺമെൻറ് കൊടുത്ത RRTS പദ്ധതിയും ശ്രീധരൻ സാറ് കൊടുത്ത പദ്ധതിയും ആനയും ആടും അത്രയും വലിയ വ്യത്യാസമുണ്ട്. അപ്പം അത് എപ്പോഴും ഒരു സംസ്ഥാനത്തേക്ക് ഒരു പദ്ധതി കൊടുക്കുന്ന സമയത്ത് കേന്ദ്രത്തിന് ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. പഠിച്ചത് ഇംപ്ലിമെൻ്റ് ചെയ്യണം. അതിന് സമയം പിടിക്കുമെന്നാണ് പറഞ്ഞത്. കൊടുത്തത് മാത്രവുമല്ല, അവിടെ ശാസ്ത്രീയമായിട്ട് അതിനകത്തുള്ള ചില കാര്യങ്ങൾ, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ശ്രീമാൻ KV തോമസ് മറുപടി പറയുമ്പോൾ പറഞ്ഞത് ഇനിയും കേരള ഗവൺമെൻറ്റിന് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയിക്കാമല്ലോ എന്നാണ് പറഞ്ഞത്. അതിനർത്ഥം അറിയിച്ചത് പോരാ എന്നാണല്ലോ. അല്ലെങ്കിൽ അദ്ദേഹം പറയുമായിരുന്നു ഞങ്ങൾ 4 പ്രദേശങ്ങൾ കൊടുത്തു, 4 കാര്യങ്ങൾ ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടും കേന്ദ്രം അവഗണിച്ചു എന്നല്ല അദ്ദേഹം മറുപടി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു ഒരു സ്ഥലം കൊടുത്തു എന്ന് അദ്ദേഹം സമ്മതിച്ചു, എന്നാൽ ഇനിയും കൂടുതൽ കാര്യങ്ങൾ കേരളം വേണമെങ്കിൽ ചെയ്യാം, കേന്ദ്രം തീർച്ചയായിട്ടും കേരളത്തെ അവഗണിക്കാൻ പാടില്ല. അത് രാഷ്ട്രീയമായിട്ട് അദ്ദേഹം പറയുമല്ലോ, കാരണം അദ്ദേഹം വേറൊരു പാർട്ടിക്കാരനാണ്. എന്നിരുന്നാൽ പോലും അദ്ദേഹം പറഞ്ഞ മറുപടിയിൽ കേരളം ചെയ്തത് പൂർണ്ണമല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പൊതുജനങ്ങൾ കേൾക്കെ പറഞ്ഞത്. കുറ്റപ്പെടുത്താനുള്ള താല്പര്യമുള്ള ഒരു പാർട്ടിയല്ല, അല്ലെങ്കിൽ ഒരു ഭരണകൂടമല്ല ഞങ്ങളുടേത്. പാർട്ടിയല്ല, ഭരണകൂടമല്ല ഞങ്ങളുടേത്. ഇവിടെ ആരും ചോദിച്ചതല്ല. ഞാൻ അത് പറയുന്നത് ശരിയാണോ എന്ന് പോലും എനിക്കറിയില്ല. മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ എന്നുള്ള രീതിയിൽ എനിക്ക് വളരെയേറെ ആത്മബന്ധമുണ്ടായിരുന്ന ഒരാളായിരുന്നു ശ്രീമതി സ്മൃതി ഇറാനി. അപ്പം ശ്രീമതി സ്മൃതി ഇറാനിയെ ഞങ്ങൾക്കൊരു IIT-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഗ്രഹമുണ്ട് എന്ന് പാലക്കാടിലെ MP രാജേഷ് പറയുന്നതിന് മുൻപ്, ഇന്നത്തെ മന്ത്രി അന്നത്തെ MP രാജേഷ് പറയുന്നതിന് മുൻപ് വീട്ടിൽ പോയിരുന്ന് ചർച്ച നടത്തിയപ്പോൾ ഞാൻ ചോദിച്ചു ഇത് മാധ്യമ സുഹൃത്തുക്കളെ വീട്ടിലേക്ക് വിളിക്കാമോ? അപ്പോൾ നേതാവ് പറഞ്ഞ എന്താണെന്നറിയുമോ, നമുക്ക് ഓരോ പദ്ധതികളും കൊടുക്കുന്നത് പരിഗണനയിൽ വരുത്തി കൊടുത്തതിന് ശേഷം മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യട്ടെ എന്നാണ് അവർ പറഞ്ഞത്. അവിടെ നമുക്ക് IIT പാലക്കാട് കിട്ടിയതിൻ്റെ അവകാശം, അല്ലെങ്കിൽ ചോദിച്ചതിൻ്റെ അവകാശം ആര് വേണമെങ്കിലും ഏറ്റെടുത്തോട്ടെ, അത് വിഷയമല്ല. പക്ഷേ പ്രശ്നം ആ IIT-ക്ക് പോലും മറ്റു സംസ്ഥാനങ്ങളിലുള്ളതുപോലെ ഗവൺമെൻറ്റിന് സ്ഥലം ഏറ്റെടുക്കാനോ സ്വന്തമായിട്ടുള്ള സ്ഥലം കാണിച്ചു കൊടുക്കാനോ സാധിക്കാത്ത ഒരു സംസ്ഥാന ഗവൺമെൻറ്റാണ്. അപ്പോൾ കുറ്റപ്പെടുത്താതിരിക്കുക എങ്ങനെയാണ്? അപ്പോൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത്, എൻ്റെ ഒരു അഭിപ്രായം,
മാധ്യമപ്രവർത്തകരാണല്ലോ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ താല്പര്യമുള്ളവർ. അപ്പോൾ മാധ്യമപ്രവർത്തകരിലെ ആളുകളെ കൂടി സെലക്ട് ചെയ്തുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് എന്തുകൊണ്ട് സുതാര്യമായി എയിംസിനെ കുറിച്ചുള്ള ഒരു ചർച്ച നടത്തിക്കൂടാ? ഞങ്ങൾ ഇന്ന കാര്യം ചെയ്തു നിർത്തി, ഇവിടെ നിന്ന് നമുക്ക് വീണ്ടും തുടങ്ങണം എന്നെന്തുകൊണ്ട് പറഞ്ഞുകൂടാ? നമ്മുടെ കേരളത്തിന് വേണ്ടി നമുക്ക് അങ്ങനെ ഒന്ന് ശ്രമിച്ചാൽ എന്താണ്? ഒരു വ്യത്യസ്തത പുലർത്തിക്കൂടെ എയിംസിൻ്റെ കാര്യത്തിൽ? രോഗികൾക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന ഒരു സ്ഥലം, മറ്റു മെഡിക്കൽ കോളേജ് സംവിധാനങ്ങൾ ഇല്ലാത്ത ഒരു സ്ഥലം, ഏറ്റവും കൂടുതൽ ദരിദ്രരായിട്ടുള്ള വ്യക്തികൾ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലം, ശസ്ത്രക്രിയകൾ ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യിൽ പണമില്ലാത്തവരുടെ കൂടുതൽ ആളുകൾ എത്തിപ്പെടാൻ സാധിക്കുന്ന ഒരു സ്ഥലം, അങ്ങനെയുള്ള ഒരു സ്ഥലം സെലക്ട് ചെയ്ത് കൊടുക്കുകയും അത് കേരളത്തിന് വേണ്ടി നേടിയെടുക്കുകയും വേണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ എനിക്ക് ഈ വിഷയത്തെക്കുറിച്ചുള്ളൂ. അല്ല, വ്യക്തതയോട് കൂടിയിട്ടുള്ള ഒരു സ്ഥലം അല്ലല്ല. നോക്കൂ, BJPയെ സംബന്ധിച്ച് BJPയുടെ ആഗ്രഹം എന്ന് പറയുന്നത് കേരളത്തിൽ എയിംസ് ഉചിതമായ സ്ഥലത്ത് വരിക എന്നുള്ളതാണ്. അവിടെ ശ്രീമാൻ സുരേഷ് ഗോപി പറഞ്ഞു, അല്ലെങ്കിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു, അല്ലെങ്കിൽ ഇനി മത്സരിക്കാൻ എനിക്ക് ആഗ്രഹമുള്ള ഏതെങ്കിലും ഒരു മണ്ഡലം ഉണ്ടെങ്കിൽ അവിടെ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞു. ഇതല്ല അതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് നമുക്ക് എയിംസ് കിട്ടണം. എയിംസ് കിട്ടാൻ ഏറ്റവും യോഗ്യതയുള്ള ഒരു സ്ഥലം കണ്ടെത്താൻ അതിനാവശ്യമായിട്ടുള്ള ചർച്ചകൾ സംഘടിപ്പിക്കുക, അത് കൃത്യതയോടുകൂടി പേപ്പർ കൊടുക്കുക, ആ പേപ്പറിൻ്റെ കോപ്പി ജനസമക്ഷത്ത് വയ്ക്കുക എന്നുള്ളതാണ്. ഹെൽപ്പ് എന്തായാലും 2 കേന്ദ്രമന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. നമ്മുടെ രാജ്യസഭാ മെമ്പർ ഒരാളുണ്ട്, കണ്ണൂർക്കാരനാണ്, അദ്ദേഹവും അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കും. സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും കേരളത്തിന് എയിംസ് കൊടുക്കുക എന്നുള്ളത് അത് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ചെയ്യേണ്ട ഒരു കടമയാണ്. അത് ചെയ്തേ പറ്റൂ. ഉചിതമായിട്ടുള്ള സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു ജനങ്ങൾ അറിയണം. എന്ത് പേപ്പറാണ് കൊടുത്തത്? മോദിജിയുടെ അരികിൽ ഇടതുഭാഗത്ത് ഇരുന്നുകൊണ്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ വലതുഭാഗത്ത് ഇരുന്നുകൊണ്ട് കാര്യമില്ല. പേപ്പർ വേണം. ധനകാര്യ വകുപ്പ് മന്ത്രിയോട് കണക്ക് ചോദിക്കുമ്പോൾ കോമയില്ലാതെ, പൂജ്യമില്ലാതെ അങ്ങനെ കണക്ക് കൊടുത്തിട്ട് കാര്യമില്ല. കൃത്യതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ നമുക്ക് വികസനത്തിൻ്റെ പാതയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. കേരളം വികസിക്കപ്പെടേണ്ടത് തന്നെയാണ്. അന്ധമായിട്ടുള്ള രാഷ്ട്രീയത്തിലൂടെ, വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലൂടെ കേരളത്തെ ഛിന്നഭിന്നമാക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്റ്റാൻഡ്.